തിരുവചനം തിരുവചനം. ദൈവത്തിന് സ്തുതി. നമ്മളിന്ന് ജീവൻ്റെ അപ്പത്തെക്കുറിച്ചാണ് ധ്യാനിക്കുവാനായിട്ട് പോവുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ജീവൻ്റെ ഉറവിടമായ ദൈവമേ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അങ്ങയെ ഉൾക്കൊള്ളുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമേ. മാതാവേ, ഞങ്ങളിന്ന് കേൾക്കുന്ന തിരുവെഴുത്ത് ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് വലിയ പ്രേരകശക്തിയായി നിലകൊള്ളുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ജീവൻ്റെ അപ്പം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 33-ാമത്തെ തിരുവെഴുത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്: എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. വചനം നമുക്ക് ആത്മന ഒന്ന് ഏറ്റുപറയാം. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് തന്ന ജീവനുള്ള അപ്പം, ദിവ്യകാരുണ്യം. ഈ ദിവ്യകാരുണ്യത്തെക്കുറിച്ച്, ഈ അപ്പത്തെക്കുറിച്ച് എത്ര ധ്യാനിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് മനസ്സിലാവുകയില്ല. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ആഗ്രഹം എത്രമാത്രമാണോ അത്രമാത്രം അത് കൂടിക്കൊണ്ടേയിരിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈ അപ്പം ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതാണ്. ലോകത്തിന് ജീവൻ നൽകുന്നത് ആരാണ്? യേശുക്രിസ്തുവാണ് ലോകത്തിന് ജീവൻ നൽകുന്നത്. ഈ ജീവനാണ് നമ്മളെ ജീവിക്കുവാനായിട്ട് സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന പ്രേരകശക്തി. സഭയുടെ ശക്തി മുഴുവനും നിർഗളിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. ഇതാ, 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയിൽ 10-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഒരു ഉറവയിൽ നിന്ന് എന്നതുപോലെ പ്രസാദവരത്തിൻ്റെ നീർച്ചാലുകൾ നമ്മളിലേക്ക് പ്രവഹിക്കുന്നു. നമുക്കൊരിക്കൽ കൂടി ശ്രദ്ധിക്കാം. ഒരു ഉറവയിൽ നിന്ന് എന്നതുപോലെ പ്രസാദവരത്തിൻ്റെ നീർച്ചാലുകൾ നമ്മളിലേക്ക് നിർഗളിക്കുന്നു. പ്രസാദവരത്തിൻ്റെ നീർച്ചാലുകൾ നിർഗളിക്കുന്ന അഭിഷേകത്തിൻ്റെ നിമിഷമാണ് വിശുദ്ധ കുർബാനയുടെ നിമിഷങ്ങൾ. എല്ലാ ആരാധനയുടെയും ആരാധന എന്നാണ് അറിയപ്പെടുന്നത് വിശുദ്ധ കുർബാന. ശരിക്കും വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ, ആധികാരികമായി പഠിപ്പിക്കുവാൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മളൊക്കെ പഠിപ്പിച്ചാൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയില്ല. ഈശോയ്ക്കാണ് യഥാർത്ഥത്തിൽ അത് പറഞ്ഞു തരുവാനായിട്ട് സാധിക്കുക. ഒരു ഉറവയിൽ നിന്ന് എന്നതുപോലെ ശക്തി. നമുക്കറിയാം, വറ്റാത്ത ഉറവ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഉറവയുള്ളിടത്ത് അല്ലെങ്കിൽ നല്ല ജലമുള്ളിടത്ത് വൃക്ഷങ്ങൾ നട്ടാൽ പെട്ടെന്ന് അത് പിടിക്കും. അത് പെട്ടെന്ന് വാടിപ്പോവുകയോ കരിയുകയില്ല. കാരണം നിങ്ങൾക്കറിയാം, അതിൻ്റെ വേര് വെള്ളത്തിലേക്കാണ് ആഴ്ന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മളെ വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുകയാണ്, ഉറവിയിൽ നിന്നെന്നതുപോലെ ഈ ജലപ്രവാഹം നമ്മളിലേക്ക് നിർഗളിക്കുകയാണ് വിശുദ്ധ കുർബാനയിലൂടെ. അപ്പം വിശുദ്ധ കുർബാനയിൽ അവരുടെ ജീവിതത്തെ എൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തെ അവർ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ഉണങ്ങിപ്പോകാതെ നമ്മുടെ ആത്മീയ ജീവിതം കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും ഉണ്ടായിരിക്കും. എത്രയോ മനുഷ്യരാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവർ, പങ്കെടുക്കുന്നവർ, ഉറവയിൽ നിന്നതുപോലെ ശക്തി സംഭരിക്കുന്നവർ. കഴിഞ്ഞ പ്രാവശ്യം ഒരു യാത്രയ്ക്ക് പോകാൻ വേണ്ടി വെളുപ്പിന് 5:30 ഞാൻ എൻ്റെ മൊബൈലിൽ മാസിന് വേണ്ടി അടിച്ചു കൊടുത്തു, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി അടിച്ചു കൊടുത്തു. അപ്പോൾ ഇതാ ലൈവ് മാസ് 5:30 സമയം നോക്കിയപ്പോൾ അതിനകത്ത് 3500-ൽ പരം മനുഷ്യർ ആ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ മനുഷ്യരാണ് അനുദിനമുള്ള വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നത്. ഈ കൊറോണ മഹാമാരിയുടെ കാലത്ത് ദേവാലയങ്ങൾ അടഞ്ഞു എന്ന് പറയുമ്പോഴും അടയപ്പെടാത്ത മനുഷ്യഹൃദയത്തിൻ്റെ ദേവാലയങ്ങൾ തുറക്കയിട്ടിരിക്കുകയാണ്. മനുഷ്യർക്ക് ദാഹത്തോടുകൂടെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയാണ്.
കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു യാത്രയ്ക്ക് പോയപ്പോൾ ഒരു പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് തീർത്ഥാടന പള്ളിയിൽ പ്രവേശിച്ചു. നോക്കിയപ്പോൾ ആ ദേവാലയത്തിൽ ഏതാനും കുറച്ച് മനുഷ്യർ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഈ ശക്തി കേന്ദ്രത്തിൽ നിന്ന് ശക്തി സംഭരിക്കണമെന്നുള്ള അധമമായ ആഗ്രഹമുണ്ട് മനുഷ്യരുടെ എല്ലാവരുടെയും ഉള്ളിൽ. അപ്പം വിശുദ്ധ കുർബാനയിൽ നിന്ന് ഒഴുകി വരുന്ന ഈ ശക്തിയുടെ പ്രഭാവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലായെങ്കിലേ നമുക്കതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം ഒത്തിരി മനുഷ്യർ ഷെയർ ചെയ്യുന്ന പങ്കുവയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, സിസ്റ്ററെ വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല, പക്ഷേ ആത്മീയമായിട്ട് വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പങ്കുവച്ചത് ഇപ്രകാരമാണ്: എല്ലാ ദിവസവും ഞാൻ എൻ്റെ ശാലോം TV-യിൽ വിശുദ്ധ കുർബാന കാണും, ആത്മീയമായി ഈശോയെ സ്വീകരിക്കും. അതിനുശേഷം എൻ്റെ ഇടവക ദേവാലയത്തിലേക്ക് എൻ്റെ കൊച്ചു ബൈക്കിൽ ഞാൻ യാത്രയാവും. അവിടെ ചെന്നിരുന്ന് ഒരു 3/4 മണിക്കൂർ ഞാൻ ഈശോയെ ആരാധിക്കും, സ്നേഹിക്കും. ഈശോയുടെ സാന്നിധ്യത്തെ ഒരിക്കൽ കൂടെ ഞാൻ ഉൾക്കൊള്ളും. സിസ്റ്റർ, എൻ്റെ മനസ്സിന് നല്ല നിറവാണ്. ഇപ്രകാരം ദേവാലയത്തിൽ പോയില്ലെങ്കിൽ അല്ലെങ്കിൽ വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചില്ലെങ്കിൽ ആ ദിവസം എനിക്കെന്തോ ഒരു ശൂന്യത പോലെയാണെന്ന് ആ സഹോദരൻ പങ്കുവയ്ക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഈ ഒരു വലിയ ദാഹം, ദൈവത്തെ കൊണ്ട് നിറയാനായിട്ടുള്ള ദാഹം. അതുകൊണ്ടാണ് തിരുവചനത്തിൽ നമ്മൾ കേട്ടത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈ അപ്പം ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതാണ്. സകല മനുഷ്യർക്കും ജീവൻ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വർഗത്തിൽ നിന്ന് ഈ അപ്പം ഇറങ്ങി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഉറവയിൽ നിന്നതുപോലെ ഒഴുകുന്ന ഈ പ്രസാദവര അവസ്ഥ സ്വീകരിക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കുവാനായിട്ട് മനസ്സിനെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. നമ്മൾ ഈ കൊച്ചു കാലങ്ങളിലൊക്കെ ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ പുഴയുടെയൊക്കെ അടുത്തുള്ളവർ കടലാസും കൊണ്ട് ഇങ്ങനെ വള്ളമൊക്കെ ഉണ്ടാക്കി നമ്മൾ വെള്ളത്തിൻ്റെ മേലെ ഒഴുക്കി വിടും. അതാ വെള്ളത്തിൻ്റെ ഒഴുക്കനുസരിച്ച് കടലാസ് അതിൻ്റെ മുകളിൽ കൂടെ പോകുന്നത് നമ്മൾ കൗതുകപൂർവ്വം നോക്കി നിൽക്കും. വാസ്തവത്തിൽ അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. കർത്താവാകുന്ന മഹാശക്തിക്ക് മുൻപിൽ അല്ലെങ്കിൽ മഹാശക്തിയോടൊപ്പം ഞാനും കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇഴുകിച്ചേർന്ന് ഒട്ടിച്ചേർന്ന് എൻ്റെ ജീവിതം കർത്താവിനോട് കൂടെ മുൻപോട്ട് പോകും. പ്രതിസന്ധികളിൽ ഞാൻ തളരുകയില്ല. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കഷ്ടതകളിൽ ഞാൻ പതറുകയില്ല. കാരണം കർത്താവിനോട് ചേർന്നാണ് എൻ്റെ ജീവിതം ഇരിക്കുക. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, കർത്താവിൻ്റെ ഈ ശക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ ശക്തിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. ഈ ശക്തിയിൽ നമ്മൾ പങ്കുചേരണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. വിശുദ്ധ കുർബാനയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് തരും. അതിനൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ കർത്താവ് നമുക്ക് തരും. ഞാൻ ഓർക്കുകയാണ്, ഞാനൊരു കുമ്പസാരത്തിൽ എൻ്റെ ജീവിതങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് നല്ലൊരു തുറന്ന കുമ്പസാരം നടത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ സ്വഭാവത്തിൻ്റെ ബലഹീനതകളെക്കുറിച്ചൊക്കെ ഞാൻ ഏറ്റുപറഞ്ഞു. അപ്പോൾ എത്ര പരിശ്രമിച്ചാലും പോകാത്ത ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത ഏറ്റുപറഞ്ഞപ്പം എൻ്റെ പരിശുദ്ധാത്മാവ് ആ കുമ്പസാരക്കൂട്ടിലിരുന്ന പുരോഹിതനിലൂടെ എനിക്ക് തന്ന ഒരു കൊച്ചു ഉപദേശം എൻ്റെ മനസ്സിൽ ഇന്നും ജീവനായി നിലകൊള്ളുന്നുണ്ട്. എന്നോട് ആ പുരോഹിതൻ പറഞ്ഞു, ഈ ബലഹീനതയെ സിസ്റ്റർ ഇങ്ങനെ മനസ്സിലോർത്ത് ടെൻഷൻ അടിക്കാതെ വിശുദ്ധ ബലി അർപ്പിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്ത് ഒരു മാസത്തോളം ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ആ ബലഹീനത വിട്ടുപൊയ്ക്കൊള്ളും. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഹൃദയം തുറന്ന് ആത്മാർത്ഥതയോടെ ഞാൻ പറയുകയാണ്, ഒരു മാസമല്ല 5 മാസത്തോളം വിശുദ്ധ കുർബാനയുടെ എൻ്റെ പ്രധാനപ്പെട്ട നിയോഗം ഇതുതന്നെയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ പുരോഹിതനിലൂടെ എന്നോട് സംസാരിച്ചതുപോലെ തന്നെ എനിക്ക് വലിയ ഹീലിംഗ് കിട്ടി. പിന്നീട് എൻ്റെ ജീവിതത്തിൻ്റെ നാളുകളിലെല്ലാം അസ്വസ്ഥതകളുണ്ടാകുമ്പോൾ, വിഷമങ്ങളുണ്ടാകുമ്പോൾ ഏറ്റവും അടുത്ത സ്നേഹിതനോട് എന്നതുപോലെ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കും. ഈശോയോട് ഞാൻ ഷെയർ ചെയ്യും, ഈശോയെ ഇന്ന കാര്യങ്ങളുണ്ട്, അങ്ങയുടെ ശക്തിയാലും കൃപയാലും എന്നെ ഒന്ന് നയിക്കണമേ, വീണ്ടെടുക്കണമേ, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ഇത്രമാത്രം മനസ്സിൽ ഭാരങ്ങൾ കൊണ്ടു നടക്കുന്ന
നമ്മുടെ ജീവിതങ്ങളെ സുഖപ്പെടുത്തുവാൻ കഴിവുള്ള കർത്താവുള്ളപ്പോൾ പിന്നെ നമുക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 65-ാമത്തെ തിരുവെഴുത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്: പിതാവിൽ നിന്നും വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 65-ാമത്തെ തിരുവെഴുത്ത് നമുക്ക് മനസ്സിൽ ഏറ്റുചൊല്ലാം: പിതാവിൽ നിന്നും വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല. പിതാവ് നമ്മളെ അനുവദിക്കണം. ഇന്നാളൊരു സഹോദരൻ പങ്കുവച്ചത് ഇപ്രകാരമാണ്: സിസ്റ്ററെ, വിശുദ്ധ കുർബാനയാകുന്ന ആ രഹസ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ലെന്ന്. പ്രിയ സഹോദരങ്ങളെ, ശരിയാണത്, സത്യമാണത്. വിശുദ്ധ കുർബാനയാകുന്ന ഈ രഹസ്യത്തെക്കുറിച്ച് പരിശുദ്ധ തൃത്വം തന്നെ നമുക്ക് മനസ്സിലാക്കി തരണം. അതൊരു ദൈവീക രഹസ്യമാണ്. എല്ലാം നമുക്ക് മനസ്സിലാകണമെന്നില്ല, മനസ്സിലാകുകയുമില്ല. അപ്പം നമ്മുടെ ഉള്ളിലെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്കൊരു ചെറിയൊരു ഉദാഹരണത്തിന് വേണ്ടി എടുക്കാം. അപ്പം എൻ്റെ ഉള്ളിലുള്ള വലിയ രഹസ്യങ്ങളൊക്കെ ഞാൻ പറയാതെ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുകയില്ല. ഞാൻ തന്നെ വെളിപ്പെടുത്തി കൊടുത്താലേ അത് മനസ്സിലാവുകയുള്ളൂ. ഇതിലും എത്രയോ അഗാധ തലങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ കുർബാനയാകുന്ന ഈ വലിയ രഹസ്യത്തെക്കുറിച്ച്, മഹാരഹസ്യത്തെക്കുറിച്ച് ഈശോ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം: ഈശോയെ, ഈ വലിയ രഹസ്യം എനിക്ക് മനസ്സിലാക്കുവാൻ, ഈ രഹസ്യത്തിൻ്റെ ശക്തിയോട് ചേർന്ന് നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ ഒരു സ്വർഗീയ അനുഭവം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരി പങ്കുവച്ച ഒരനുഭവം ഇപ്രകാരമാണ്. ഒരു ദിവസം ഫോൺ വിളിച്ചപ്പം എന്നോട് പറഞ്ഞു: സിസ്റ്ററെ, എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് കാര്യമാണ്? ഉടനെ എന്നോട് പറയാണ്: ഞാൻ ഓൺലൈനിൽ വിശുദ്ധ കുർബാന കണ്ടുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് അപ്പത്തിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് എനിക്ക് സ്പഷ്ടമായി അനുഭവിക്കാൻ സാധിച്ചു. എൻ്റെ നാവിൽ എൻ്റെ കർത്താവ് വന്നിരുന്നു, എന്നെ അനുഗ്രഹിച്ചു, എന്നെ സ്വന്തമാക്കി. അന്ന് എൻ്റെ വീട്ടിലുണ്ടായ വലിയൊരു പ്രശ്നത്തിന് പരിഹാരമെന്ന വണ്ണം കർത്താവ് എന്നെ ആശ്വസിപ്പിച്ചു എന്ന്. പ്രിയ സഹോദരങ്ങളെ, ചിലപ്പോൾ നിസ്സാരമായ രീതിയിലായിരിക്കും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഏർപ്പെടുക. എങ്ങനെ ആയിക്കൊള്ളട്ടെ, പക്ഷെ കർത്താവ് മനസ്സാകുന്നുവെങ്കിൽ അവിടുത്തെ ശക്തി നമുക്ക് മനസ്സിലാക്കി തരും. അവിടുത്തെ കൃപയുടെ പ്രഭാവത്തിലേക്ക് നമ്മളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ നമ്മളിപ്രകാരം കാണുകയാണ്: ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനാണ്. ജീവൻ ഉണ്ടാകും മാത്രമല്ല, അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നിട്ടുള്ളത്. സമൃദ്ധമായ ജീവൻ ദിവ്യകാരുണ്യത്തിൽ വിശുദ്ധ കുർബാനയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ നിധിക്ക് വേണ്ടി സമയം കണ്ടെത്തും. നമ്മൾ അധ്വാനിക്കും, നമ്മൾ ഓടും, നമ്മൾ പരിശ്രമിക്കും. അതുകൊണ്ട് സമൃദ്ധമായ ജീവൻ നമ്മളിലേക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. സമയമില്ല എന്ന് നമ്മൾ പറയരുത്, അല്ലെങ്കിൽ താല്പര്യമില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കറിയുമോ, ഈ സമൃദ്ധമായ ജീവൻ സ്വന്തമാക്കി നമ്മൾ പെടുത്തുകയാണെങ്കിൽ, സ്വന്തമായി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, കർത്താവിൻ്റെ കൂടെയുള്ള നമ്മുടെ ജീവിതം വളരെ എളുപ്പമായിട്ട് നമുക്ക് അനുഭവപ്പെടുകയാണ്. ദിവ്യകാരുണ്യം ചോദിച്ച് വാങ്ങി ആ ശക്തിയിൽ നിറയുന്ന അനേകം മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ഒരു അകന്ന കുടുംബത്തിലുള്ള ഒരു വ്യക്തിയാണ്. 45 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് ക്യാൻസർ രോഗം അദ്ദേഹത്തെ പിടിപെട്ടത്. മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് നല്ല സുബോധമുണ്ട്, നന്നായിട്ട് വർത്തമാനമൊക്കെ പറയും, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ആ സഹോദരൻ ചോദിച്ചു, എനിക്ക് വിശുദ്ധ കുർബാന വേണം, എനിക്ക് ഈശോയെ സ്വീകരിക്കണം, എനിക്ക് രോഗീ ലേപനം വേണം. പ്രിയ സഹോദരങ്ങളെ, ഈ 2 ദിവസത്തിന് മരിക്കുന്നതിൻ്റെ 2 ദിവസത്തിന് മുമ്പ് ഈ കുദാശകളെല്ലാം അദ്ദേഹം ചോദിച്ചു വാങ്ങി. ഉടനെ മക്കൾ ചോദിച്ചു, എന്തിനാണ് ഇപ്പോൾ ഇത് സ്വീകരിക്കുന്നത്? കുഴപ്പമൊന്നുമില്ലല്ലോ, കുറച്ചും കൂടെ കഴിയട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, എനിക്ക് എൻ്റെ ഈശോയുടെ അടുത്തേക്ക് പോകാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ, ബോധമുള്ളപ്പോൾ ഈശോയെ എനിക്ക് തരണം. അത്രയും ഈശോയുമായിട്ട്, ദിവ്യകാരുണ്യവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു ഈ സഹോദരന്. അതുകൊണ്ട് ചോദിച്ചു, അത് കൊടുത്തു. ഈശോ കൊടുക്കുവാനായിട്ട് അനുവദിച്ചു. ദിവ്യകാരുണ്യം സ്വീകരിച്ചു, കൂദാശകൾ സ്വീകരിച്ചു, കുമ്പസാരിച്ചു.
പ്രിയ സഹോദരി സഹോദരന്മാരെ, സമാധാനത്തിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ ആത്മാവ് കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് ഉയരുകയാണ്. ഈശോയെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് എല്ലാം അവിടുന്ന് മനോഹരമാക്കി കൊടുക്കുമെന്നുള്ള തിരുവഴുത്തിൻ്റെ നിർവഹണം എന്ന വണ്ണം. അതുകൊണ്ട് പിതാവിൻ്റെ ഒരു ആകർഷണ വലയം ആ വ്യക്തിയിലുണ്ടായിരുന്നു. വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ കർത്താവ് അതിനായിട്ടൊരുക്കും. അതിനായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഈശോ തന്നെ അവർക്ക് ക്രമീകരിച്ചു കൊടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, വിശുദ്ധ കുമ്പസാരത്തിന് വേണ്ടി എൻ്റെ മനസ്സ് ദാഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു, പള്ളിയിൽ ചെന്ന് അച്ഛനോട് ചോദിച്ചു നോക്ക്. ആ സഹോദരൻ പറഞ്ഞു, സിസ്റ്റർ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, എന്നാലും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു നോക്ക്. ദൈവത്തിൻ്റെ ആത്മാവ് ആ സഹോദരൻ്റെ ദാഹം തീർത്തു കൊടുത്തു. ഇടവക ദേവാലയത്തിൽ പോയി അച്ഛനെ കണ്ടു. പരിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ആത്മാവിൽ പുതിയ ചൈതന്യത്തോടുകൂടി അദ്ദേഹം തിരിച്ചു വന്നു. അപ്പം വിശുദ്ധ കുർബാനയുടെ ശക്തി, കൂദാശകളുടെ ശക്തി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ കൂടെ നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ശക്തിയുടെ സന്തോഷം നമ്മളിൽ നിലനിൽക്കും. ആത്മീയമായ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതവർക്ക് സമ്പത്ത് കൂടുതലുള്ളത് കൊണ്ടോ, ജോലി സാധ്യതകൾ ഏറെ ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ നല്ല ഉന്നതമായ ശമ്പളം വാങ്ങുന്നത് കൊണ്ടോ ഉള്ള സന്തോഷമല്ല. ആത്മാവിൽ നിറഞ്ഞ ഒരു സന്തോഷം, യേശുക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു സന്തോഷം. നമുക്ക് ഈ തിരുവചനം കേൾക്കുമ്പോൾ ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കാം. ഇത്തരത്തിലുള്ളൊരു സന്തോഷം അനുഭവിക്കുന്ന വ്യക്തിയാണോ ഞാൻ? ഇത്തരത്തിലുള്ളൊരു സമാധാനം സ്വന്തമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണോ ഞാൻ? ഈശോ പറയുകയാണ്, ഈ ഒരു സമാധാനം, ഈ ഒരു സന്തോഷം നിത്യമായി നിലനിൽക്കും. അത് തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 22-ാമത്തെ തിരുവചനം, ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയല. ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത വിധത്തിലുള്ള സന്തോഷം കൊണ്ട്, ആത്മസന്തോഷം കൊണ്ട് കർത്താവ് നമ്മളെ നിറയ്ക്കും. ഈ സന്തോഷം എങ്ങനെയാണ് നമ്മളിൽ നിറയുക എന്നുള്ളത് അറിയാമോ? അതിനൊറ്റ കാര്യമുള്ളൂ, നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ബന്ധിപ്പിക്കുക, പ്രാർത്ഥനയിലായിരിക്കുക. എൻ്റെ ജോലികളിലും എൻ്റെ ഉത്തരവാദിത്തങ്ങളിലും എൻ്റെ കർമ്മമണ്ഡലങ്ങളിലും എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേരാനായിട്ട് ഞാൻ സമ്മതിക്കുകയും അതിനുവേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള മനുഷ്യരിൽ ഈ സന്തോഷം ഒരിക്കലും പിൻവലിക്കപ്പെടുകയില്ല. ഒരു പക്ഷേ രോഗം അവരെ തളർത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് പ്രിയപ്പെട്ടവർ മരണപ്പെടുന്നതിൻ്റെ ദുഃഖങ്ങളുണ്ടാവും, അതല്ലെങ്കിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാകും. എങ്ങനെയാണെങ്കിലും ശരി, അവരുടെ ഉള്ളിലുള്ള ഈ ആത്മീയ സന്തോഷം അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മളെ ദൈവത്തിങ്കിലേക്ക് വളരുവാൻ, ഉയരുവാൻ സഹായിക്കുന്നത് ഈ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ്. നമുക്ക് ജീവൻ തരുന്ന ഈ അപ്പമാണ് നമ്മളെ സഹായിക്കുന്നത്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ഈ അപ്പം, പിതാവായ ദൈവം തൻ്റെ പുത്രനെ തന്നെ നമുക്ക് തന്നു. ഏറ്റവും വലിയ സ്നേഹം അതാണ്. ഈ സ്നേഹമാണ് വിശുദ്ധ കൂദാശകളിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ഞാൻ സ്വീകരിക്കുന്നത്. പിതാവ് പുത്രനെ തന്ന ആ വലിയ സ്നേഹം. ഇത് കൂടുതൽ എങ്ങനെയാണ് പിതാവ് നമ്മളോട് സ്നേഹം കാണിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക? അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ഒരു സ്നേഹത്തിന് പ്രതിഫലനം എന്ന വണ്ണം നമുക്ക് നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അടിയറ വയ്ക്കുവാനായിട്ട് സാധിക്കണം. വിശുദ്ധ കൊച്ചറേസ്യ പറയുന്ന ഒരു കാര്യമുണ്ട്, ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ ഞാൻ കൊതിയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുമായിരുന്നു. എൻ്റെ ഉള്ളിലേക്ക് വരുന്ന യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനായി ഞാൻ കാത്തിരിക്കുമായിരുന്നു. കാത്തിരിക്കുന്ന ഒരനുഭവം, ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ കാത്തിരിക്കുന്ന ഒരനുഭവം. വത്തിക്കാൻ കൗൺസിൽ ഈശോയോടുള്ള ശക്തിയിൽ വളരുന്നതിന് വേണ്ടി 3 കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അനുഗുണമായ മനോഭാവത്തോടെ വിശുദ്ധ കുർബാനയെ നമ്മൾ സമീപിക്കണം എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരിക്കുമല്ലോ. എന്ന് പറഞ്ഞതുപോലെ തന്നെ വിശുദ്ധ ബലിക്കാണ് ഞാൻ പോകുന്നത്, എൻ്റെ ലക്ഷ്യം
കർത്താവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്, കർത്താവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു നല്ല മനോഭാവം നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയായിട്ട് വിശുദ്ധ കുർബാന തീരും. രണ്ടാമതായിട്ട് ഏകാഗ്ര ചിത്തരായി വിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കുചേരണം. പലരും പറയുന്നുണ്ട്, സിസ്റ്റർ വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുമ്പോഴാണ് പല രീതിയിലുള്ള വ്യഗ്രതകൾ ഞങ്ങളെ അലട്ടുന്നത് എന്ന്. പക്ഷേ അലട്ടുന്ന വ്യഗ്രചിത്തകളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഏകാഗ്ര ചിത്തരായി ബലിയിൽ നമുക്ക് സംബന്ധിക്കുവാനായിട്ട് സാധിക്കണം. മൂന്നാമത്തെ കാര്യം പറയുന്നത് ഈശോയോട്, വിശുദ്ധ കുർബാനയോട്, വിശുദ്ധ ബലിയോട് നമ്മൾ സഹകരിച്ച് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. ഒരുക്കമുള്ള ഒരു മനസ്സ്, അല്ലേ? വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഈശോ എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ആ ഒരു പ്രവർത്തനത്തിൻ്റെ ശൈലി വേണം ഞാൻ കാഴ്ചവെക്കുവാൻ. അതുകൊണ്ട് ഈ ദിവ്യവിരുന്ന്, ഈ ജീവൻ്റെ അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരട്ടെ. മരണത്തിനപ്പുറത്തോളം നമ്മളെ സഹായിക്കുന്ന, കൂടെ വരുന്ന ദിവ്യകാരുണ്യനാഥൻ്റെ ശക്തി അനുഭവിക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. സാധിക്കുന്ന അത്ര നമ്മുടെ ഭവനങ്ങളിലിരുന്ന്, അല്ലെങ്കിൽ ദേവാലയത്തിൽ പോകാൻ പറ്റുമെങ്കിൽ ദേവാലയത്തിൽ പോയി ഈ കുരിശിലെ പാരമ്യത്തിൽ, ബലിയുടെ പാരമ്യത്തിൽ ആത്മന നമുക്ക് പങ്കുചേർന്ന് ദിവ്യ ശക്തിയുള്ളവരായി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ക്രമപ്പെടുത്തുവാൻ ഈശോ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.